നാളത്തെ ഗ്യാപ്പിന് ശേഷം ചേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്നു. ഗ്യാപ്പ് വരാൻ കാരണം നിങ്ങൾക്കറിയാലോ, എൻ്റെ അപ്പച്ചൻ മരിച്ചിരിക്കുകയായിരുന്നു. അപ്പം 41 വരെ നമ്മൾ ഇറച്ചി മീനൊന്നും കഴിച്ചിരുന്നില്ല. പണ്ടെന്നല്ല പള്ളിയിൽ നോമ്പ് വരുമ്പോൾ ഞാൻ നോമ്പ് എടുക്കാറില്ല. ആക്ച്വലി തിന്നാൻ കിട്ടുമ്പോഴൊക്കെ തിന്നാൻ എന്നാണ് എൻ്റെ ഒരു പോളിസി. പക്ഷെ അപ്പച്ചൻ മരിച്ചിരുന്നപ്പോൾ എനിക്ക് ഇത്രയും ദിവസം മീനും ഇറച്ചിയൊന്നും കഴിക്കാൻ ഒരു കൊതിയും തോന്നി. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം മീൻ കൂട്ടാൻ വയ്ക്കുന്നതല്ല കേട്ടോ. മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാണുമ്പോൾ എങ്ങനെ മീൻ കൂട്ടാൻ വയ്ക്കണമെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ മീൻ കൂട്ടാനല്ല. ഇപ്പോൾ ദിയയുടെ ഡെലിവറി, ദിയ കൃഷ്ണകുമാറിൻ്റെ ഡെലിവറിയൊക്കെയാണുള്ള സംസാര വിഷയം. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറീനെ പറ്റി ഓർക്കാണ് കേട്ടോ. ഞാൻ 3 സ്ഥലത്തായിരുന്നു. മൂത്ത മോൻ ഐസലിന് സെൻറ്റ് ജെയിംസിൽ, രണ്ടാമത്തവനെ ആൽസൈഡസ്, കുഞ്ഞിനെ ഞാൻ ജൂബിലിയിലായിരുന്നു. അത്തിരി കോംപ്ലിക്കേഷൻ വന്നു, പ്രീമച്ചറായിരുന്നു. പിന്നെ ഞാൻ കുമ്മച്ചനെ ശാന്തിയിലാണ് കേട്ടോ പ്രസവിച്ചത്. ഈ 3 സ്ഥലത്തും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശാന്തിയിലാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര കെയറിങ് ആയിരുന്നു അവരെ. മറ്റു സ്ഥലത്ത് കെയറിങ് സപ്പോർട്ടീവ് അല്ല എന്നല്ല, പക്ഷേ ജൂബിലിയിലായിരുന്നു എനിക്ക് ഏറ്റവും ഇച്ചിരി ഒരു അകൽച്ച തോന്നിയത്. കാരണം അവർ ഒന്നും നമ്മുടെ അടുത്ത് ഒരു കോപ്പറേറ്റീവ് അല്ല നമ്മൾ. കാരണം അവിടെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ആൾക്കാർ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കണമല്ലോ. അവിടെ ഒരു 4 ആൾ ഒരുമിച്ച് പ്രസവിക്കുന്നു, അടുത്ത ആളെ ഇറക്കണം അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പ്രസവിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരും നിൽക്കണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കൊന്ന് ഉറക്കെ കരയുമ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ എൻ്റെ അമ്മച്ചീനെ കുറേ അവർ ചെല്ല് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ജൂബിലിൽ വെച്ച് എൻ്റെ അമ്മച്ചീനെ എൻ്റെ അടുത്തേക്ക് കടത്തി വിട്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട പുറത്ത് നിന്ന് എൻ്റെ അമ്മച്ചി എന്ത് ചെയ്താൽ പോയില്ല. ഞാൻ എന്നിട്ട് പോവാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മച്ചി പുറത്ത് പോയത്. കാരണം എൻ്റെ അമ്മച്ചി ഇരിക്കലും എനിക്ക് കരയാൻ പറ്റില്ല. എൻ്റെ ചേച്ചിമാരെ, എൻ്റെ ചേട്ടനോ ഇരിക്കലും എനിക്ക് അങ്ങനെ കരയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കരയണം എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരു ഇച്ചിരി അതായത് നല്ല ഇത്തിരിയും സൗകര്യമുള്ള ഫെസിലിറ്റീസൊക്കെ കൊടുക്കണം എന്നുള്ളത്. അതായത് ഇവർക്ക് പെയിൻ പോകാനായിട്ട് വല്ല TV വെച്ച് കൊടുക്കേ, പെയിൻ വരുമ്പോൾ ശ്രദ്ധ മാറ്റാനായിട്ട് വല്ല പാട്ട് വെച്ച് കൊടുക്കേ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഒരു ഇച്ചിരി നല്ല ഫാനോ ഒരു AC ഉള്ള അങ്ങനത്തെ കുറച്ച്. നമുക്ക് ഭയങ്കര, ഒന്നാമത് നമുക്ക് വേദന, രണ്ടാമത് നമുക്ക് പേടി, മൂന്നാമത് നമുക്ക് ആരും ഇല്ലാത്തതിൻ്റെ ഒരു ടെൻഷൻ, എല്ലാതും ഉണ്ട്. അതിനിടയിൽ കൂടെ സിസ്റ്റർമാർ ഓക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ കാറ്റും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ ഞാൻ ആലോചിച്ചു, ഒത്തിരി സൗകര്യങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ റൂം എടുക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള സൗകര്യങ്ങളുണ്ടാവും. പക്ഷെ അതല്ല, കോമൺ ഡെലിവറി, അതായത് നമ്മുടെ ലേബർ റൂം അല്ലെങ്കിൽ പ്രസവിക്കണ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ അതിൽ കുറേ നേരം പെയിൻ വരാൻ വേണ്ടി കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ വേദന വരുമ്പോൾ അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് അത്ര മഹത്തരമായ ഒരു കാര്യമാണല്ലോ. പുതിയൊരു ജീവന് ജന്മം കൊടുക്കാൻ പോകുമ്പോൾ നമ്മളെ ഇത്തിരി പാമ്പറിങ്ങും കെയറിങ്ങും ഒക്കെ കൂടുതൽ തരുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ